മലപ്പുറത്തുനിന്ന് കാണാതായിട്ടുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ, വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ തീറ്റിച്ച ആ 2+1 സ്റ്റുഡൻസ്, 2 പെൺപിള്ളേർ, രണ്ടെണ്ണവും ഇവിടെ എങ്ങും സലൂൺസ് ഒന്നും ഇല്ലാത്തതുപോലെ ട്രെയിൻ കയറി മുംബൈയിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ സലൂണിൽ കയറി മുടിയൊക്കെ വെട്ടിയിട്ട് അവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്കൊക്കെ എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള സംഭവത്തിലേക്കുള്ള ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സലൂണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ പറയുന്ന മീഡിയയ്ക്കൊക്കെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് രണ്ടെണ്ണം പോയിരിക്കുന്നത് ഒരു പയ്യൻ്റെ കൂടെയാണ്. ഫോൺ വഴിയൊക്കെ പരിചയപ്പെട്ടുള്ളതാണ്. അവൻ്റെ നിന്ന് കിട്ടിയുള്ള വിവരം എന്ന് പറയുന്നത് ഇവർ സെക്കൻഡ് ഹാൻഡ് ഫോൺ വേറെ കയ്യിരിക്കുന്ന ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം നമ്പർ ട്രേസ് ചെയ്യില്ല, കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറൊരു ഫോണൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ആ പയ്യൻ പറയുന്നുണ്ട്. പയ്യൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് ഷാഹിദ എന്ന് പറയുന്ന ഫാത്തിമ ഷാഹിദ എന്ന് പറയുന്ന പെൺകുട്ടി എടുത്ത് പാപ്പ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയും പോവും, ഞങ്ങൾക്ക് മുമ്പേ കാണും, അവിടുന്ന് തുണിത്തരങ്ങൾ വാങ്ങിക്കണം, ഇങ്ങനെയൊക്കെയാണ് പെൺപിള്ളേർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർക്കൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടെ വന്നതാ, അവർക്കൊന്നും വരത്തില്ല, ഇങ്ങനെയൊക്കെയാണ് പയ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്നും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺപിള്ളേർക്ക് അവിടം വരെ പോകാനുള്ള ഇത്രയും പണം, അതിലപ്പുറത്തേക്ക് ഇനി ഓരോ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 18 വയസ്സൊന്നും ആവാത്ത പെൺകൊച്ചുങ്ങളെ കയ്യിൽ കൊറോണ ടൈമിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം 24 മണിക്കൂർ ഈ പെൺപിള്ളേരുടെ കിടക്കയിലും ഈ പറയുന്ന കിടന്ന് ഉറങ്ങുന്നിടത്തും ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും ഒന്നും ഈ ഫോൺ കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഫോൺ കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഷാഹിദയും അല്ലെങ്കിൽ അശ്വതിമാരും ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും.